ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിലിഷ് മൈ ലൈഫ്. ഫെസ്റ്റീവ് സീസൺ ആയിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും ബേക്കിംഗ് ഒക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്യുന്ന സമയമാണ്. എപ്പോഴും ബേക്കിങ്ങിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ബ്രൗൺ ഷുഗർ എന്ന് പറയുന്നത്. എന്നാലും കുറച്ച് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ്. അതേപോലെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയിട്ടാണ് ബ്രൗൺ ഷുഗർ. അപ്പോൾ നമുക്ക് ഇന്ന് വീട്ടിൽ തന്നെ ഒരു ബ്രൗൺ ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ലൈറ്റ് ബ്രൗൺ ഷുഗറും ഡാർക്ക് ബ്രൗൺ ഷുഗറും രണ്ടും ഞാനിവിടെ ഇന്ന് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് എത്ര കാലം വേണമെങ്കിലും നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. ആദ്യം തന്നെ 1 കപ്പ് പഞ്ചസാര അളന്നെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ മൊളാസസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഷുഗർ കെയിൻ മൊളാസസ് ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ലൈറ്റ് ബ്രൗൺ ഷുഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 2 ടീസ്പൂൺ മൊളാസസ് ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം കുറച്ച് സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷേ ഗ്രാജുവലി അത് നന്നായിട്ട് മിക്സായി വന്നോളും. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ ലൈറ്റ് ബ്രൗൺ ഷുഗർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡാർക്ക് ബ്രൗൺ ഷുഗർ ഉണ്ടാക്കിയെടുക്കാം. സെയിം മെത്തേഡ് തന്നെയാണ്, പക്ഷേ എടുക്കുന്ന മൊളാസസിൻ്റെ എമൗണ്ട് ഡിഫറെൻ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അതായത് 1 കപ്പ് ഷുഗറിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ മൊളാസസ് ആണ്. അതായത് 3 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ അതല്ലെങ്കിൽ 3 ടീസ്പൂൺ മൊളാസസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാർക്ക് ബ്രൗൺ ഷുഗറും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഡാർക്ക് ബ്രൗൺ ഷുഗറും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു. എല്ലാവരും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇനി ഇതുപോലത്തെ ഏതെങ്കിലും ഹോം മെയ്ഡ് ഇൻഗ്രീഡിയൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.